സ്റ്റാർട്ടാണല്ലോ. നമസ്കാരം, ഞാൻ സബാം പൗലോസ്. ഇന്ന് രാവിലെ ഞാൻ എണീറ്റത് എൻ്റെ നിഴലിൽ വിളിച്ചിട്ടായിരുന്നു. അപ്പം നിഴലിൽ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉഷാറാണല്ലോ, ഇന്നത്തെ ദിവസം നല്ല സന്തോഷപ്രദമായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ അഹങ്കരിച്ചിരുന്നു എൻ്റെ നിഴലിനെ കണ്ടിട്ട്. എന്നെ പുറകിൽ നിന്ന് വിളിക്കുന്ന ആളോ, നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മളെ വിളിക്കണമെങ്കിൽ പുറകിൽ നിന്നാണ് വിളിക്കുക, തോണ്ടി വിളിക്കത്തല്ലേ ഉള്ളൂ. അപ്പം എൻ്റെ നിഴലിൽ വിളിച്ച് ഞാൻ അങ്ങനെ ഉഷാറായിട്ടിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ സന്തോഷപ്രദമായിട്ട് ഇരിക്കുമ്പോൾ എന്നോട് ലൈറ്റ് ചോദിച്ചു, നിന്നെ ആരാ വിളിച്ചതെന്ന് എൻ്റെ വിചാരം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ നിഴലിൽ വിളിച്ചു, നീ നിന്ന നിഴലിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നിഴലിന് പുറകിലില്ല. അപ്പോൾ തന്നെ ഒരു ഉച്ചയായിട്ടോ, എൻ്റെ നിഴലിൽ നേരെ എൻ്റെ താഴെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നിഴലിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നിനക്ക് ഇനിയും ഞാനൊരു കാര്യം കൂടെ പറയാം, കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. സന്ധ്യ ആവാറായി. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നിഴൽ എൻ്റെ ബാക്കിൽ നിന്നും ഫ്രണ്ടിലോട്ട് പോയി. പടിഞ്ഞാറ് നിന്ന് ലൈറ്റ് അടിച്ചപ്പോൾ ഫ്രണ്ടിലോട്ട് പോയി. അപ്പോൾ പറഞ്ഞു, ഇപ്പം നിൻ്റെ നിഴൽ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് സൈഡ്, എൻ്റെ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഞാൻ നിനക്ക് അഭിമുഖമല്ല നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. എന്ത്? അല്ല, നീ നിഴലിന് ആണ് നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞില്ലേ, നീ നിൻ്റെ നിഴലിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പം നിഴൽ സത്യമാണോ അത് മിഥ്യയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാൻ വേണം. അല്ല, ഒരു കാര്യം കൂടി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് എൻ്റെ നേരെ 3 ലൈറ്റ് 3 ആംഗിളിൽ നിന്ന് അടിച്ചു. നീ നിൻ്റെ നിഴലിനെ നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നിഴലിന് ഒരു 5-8 നിഴൽ എൻ്റെ പുറകിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയല്ലേ എന്ന് ചോദിച്ചു. നീ ഒറ്റ തന്നെയാണ്, പക്ഷെ നീ വിചാരിച്ച നിഴൽ ലൈറ്റ് കണ്ടപ്പോൾ ഈയാമ്പാറ്റകൾ ലൈറ്റിൻ്റെ പിന്നാലെ പോണ പോലെ നിഴലും നിന്നെ വിട്ട് പോയിട്ടുണ്ട്. ഇപ്പം നീ ചിന്തിക്കുന്നത് നിൻ്റെ നിഴൽ നിൻ്റെ കൂടെയാണെന്നാണോ? നിൻ്റെ നിഴൽ ഒരിക്കലും നിൻ്റെ കൂടെയല്ല. നിഴലിന് അതിൻ്റെതായ സഞ്ചാരവീതികളുണ്ട്, അതിൻ്റെ സഞ്ചാരത്തിനനുസരിച്ച് അത് പോയിക്കൊണ്ടേയിരിക്കും. നീ വിചാരിക്കും എപ്പോഴും നിൻ്റെ കൂടെ നിഴലുണ്ടെന്ന്, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴും നമ്മൾ തന്നെയായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ നിഴൽ പോലും നമ്മുടെ സ്വന്തമല്ല. പിന്നെയാണോ മനുഷ്യർ? ഒരിക്കലും ഒരാളെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാനോ പൂർണ്ണമായിട്ട് സ്വീകരിക്കാനോ സാധിക്കില്ല. അഭിനയിക്കുന്ന ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ, അഭിനയം ജീവിതമാക്കിയവരാണ് ഏറ്റവും കൂടുതൽ. സ്വന്തം കിടപ്പറയിൽ കിടന്നിട്ടെണീറ്റ് പോകുന്ന ഭാര്യ പോലും സത്യസന്ധമായിട്ട് പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റായിരിക്കും. ഭർത്താവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ, നമ്മുടെ നിഴൽ പോലെ തന്നെ പല വിധത്തിലാണ്. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും നമ്മളാണ് ശരിയെന്ന്, അവർ വിചാരിക്കും അവരുടെ ആംഗിളിൽ അവരാണ് ശരിയെന്ന്. ഇതിനകത്ത് ശരിയും തെറ്റും ചിത്രീകരിക്കുന്നതും ചിന്തിക്കുന്നതും അതിനെ പ്രതിഫലിപ്പിക്കുന്നതും അവനവൻ്റെ ചിന്തകളാണ്. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ നീ ചെയ്യാവൂ. നിനക്ക് തെറ്റായി നീ തോന്നിക്കഴിഞ്ഞാൽ നീ ഒരിക്കലും ചെയ്യരുത്. നിന്നെ ആരെങ്കിലും പ്രേരിപ്പിച്ചാലും നീ ചെയ്യരുത്. പക്ഷേ ചില കാര്യങ്ങളിൽ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. സ്നേഹിക്കാനാണ് ഏത് മനുഷ്യൻ്റെ ഇഷ്ടം. സ്നേഹം വലുതുമാണ്. പക്ഷെ സ്നേഹത്തിൻ്റെ പുറത്ത് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പലർക്കും വിധേയപ്പെട്ടു പോകും. അവർ പറയുന്നത് നമ്മൾ അനുസരിക്കും. സ്നേഹമാണ് ഏറ്റവും വലുത്. നമ്മുടെ ജീവൻ ഉള്ളിടത്തോളം കാലം സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനുമാണ് ഓരോ മനുഷ്യനുമാണ് ആഗ്രഹിക്കുന്നത്. ബഹുമാനം ലഭിക്കാനല്ല, സ്നേഹം ലഭിക്കാൻ. ബഹുമാനം എന്നത് സ്നേഹവുമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ നിഴൽ പോലും ലൈറ്റ് അടിച്ചപ്പോൾ വേറെ പോയെങ്കിൽ 4-5 ആയെങ്കിൽ നീ ചിന്തിക്കുക, നീ സ്നേഹിക്കുന്ന ആൾ നിൻ്റെ മാത്രമാണെന്നുള്ള ചിന്താഗതി വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ്. സ്നേഹം വലുതാണ്. സ്നേഹിക്കുക. നീ നിൻ്റെ സ്നേഹത്തെ ബലപ്പെടുത്തുക. നീ നിൻ്റെ സ്നേഹത്തെ മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. നിനക്ക് യൂണിവേഴ്സ് അതിൻ്റെതായ ഫലം തരും. കാരണം ഒരു രാജ്യത്തും ഒരു സ്ഥലത്തും മാത്രമുള്ള മതവികാരങ്ങളല്ല. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മാത്രമല്ല ഈ ലോകത്ത് പല മതങ്ങളുണ്ട്. അങ്ങനെയുള്ള പല മതങ്ങളുള്ള കാലത്ത് ഒരു മതത്തിലും അല്ലാതെയുള്ള യൂണിവേഴ്സിൽ വിശ്വസിക്കുക. നീ നിൻ്റെ പ്രവൃത്തിയെ മുന്നോട്ട് പോവുക. സ്നേഹം വലുതാണ്. സ്നേഹിക്കാൻ പഠിക്കുക, അംഗീകരിക്കാനും പഠിക്കുക. താങ്ക് യു സോ മച്ച്.